ഇന്നലെ വീണ്ടും ഒരു എക്സിറ്റ് പോൾ കൂടി പുറത്തു വന്നു. മിനിയാന്നാണ് 10ഓളം എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത്. മലയാള മനോരമയുടെ അടക്കം ആക്സിസ് മൈ ഇന്ത്യ അടക്കമുള്ള 10ഓളം എണ്ണം മിനിയാന്നാണ് പുറത്തു വന്നത്. മിനിയാന്ന് വൈകുന്നേരം 6:30 മണിക്ക്, അതായത് ഇലക്ഷൻ തീർന്ന 29-ാം തീയതി പശ്ചിമ ബംഗാളിലെ ഇലക്ഷൻ കഴിഞ്ഞ് 6 മണിക്ക് കഴിഞ്ഞ് 6:30 മണി മുതൽ എക്സിറ്റ് പോളുകൾ വരാൻ തുടങ്ങി. ഇന്നലെ വന്ന ടുഡേ ചാണക്യയുടെ എക്സിറ്റ് പോള് ഒരു കൗതുകമുള്ള എക്സിറ്റ് പോളാണ്. അതുകൊണ്ടാണ് നമ്മളിത് ആലോചിക്കുന്നത്. കൗതുകം മറ്റൊന്നുമല്ല, കേരള രാഷ്ട്രീയത്തിൽ ഇനി BJP തീരുമാനിക്കും ആര് ഭരിക്കണം എന്നുള്ള ഒരു വളരെ രസകരമായ ഒരു കാര്യമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 40% ഓർ പ്ലസ് ഓർ മൈനസ്, അതിൽ കൂടുകയും 3% വേരിയേഷൻ വെച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരും. 69 പ്ലസ് ഓർ മൈനസ് 9, 69 സീറ്റിൽ നിന്ന് കുറയുകയും ചെയ്യാം, 9 സീറ്റ് കൂടുകയും ചെയ്യാം. അങ്ങനെ പ്ലസ് ഓർ മൈനസ് ഇട്ടുകൊണ്ട് 69 പ്ലസ് ഓർ മൈനസ് 9 സീറ്റ് കൂടെ കണക്കാക്കി 60ലേക്കും പോകാം, 78ലേക്കും പോകാം. ആര്? UDF 78ലേക്ക് പോയാൽ അധികാരത്തിൽ വരും. BJP 20% വോട്ട് പിടിക്കുമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വളരെ വളരെ ഗൗരവതരമായ ഒരു വോട്ട് പിടുത്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 19% പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 20% എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ല. അങ്ങനെ 20% വോട്ട് പിടിച്ചാൽ പ്ലസ് ഓർ മൈനസ് 3 17% ആകാം, അല്ലെങ്കിൽ 23% ആകാം. അപ്പോഴും ടുഡേ ചാണക്യ പറയുന്നതനുസരിച്ച് 17% പോകാൻ സാധ്യതയുണ്ട്. അത് ചെറിയ കാര്യമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 14% 19% നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 17%, മിനിമവും അല്ലെങ്കിൽ മാക്സിമം 3%, 20%ലേക്കും പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് വലിയ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ സീറ്റ് പറയുന്നത് 7 മുതൽ 7 പ്ലസ് ഓർ മൈനസ് 4, മിനിമം 7, മാക്സിമം 11. അതും ഒരു ഞെട്ടിക്കുന്ന സംഖ്യയാണ്. അങ്ങനെ വന്നാൽ തൂക്കുസഭ കൃത്യമായിട്ട് കേരളത്തിൽ വരും. അപ്പോൾ എത്ര കൗതുകമാണ് ഈ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ നാളിതുവരെ 57 മുതൽ 2027 വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF, അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ UDF. ഇതല്ലാതെ ഇത്രയും ഉദ്വേഗജനകമായ, ഇത്രയും ആവേശമുണ്ടാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലാദ്യമാണ് കേരളത്തിൽ വന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ആ ചരിത്രത്തിലാദ്യമായി അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതല്ല, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ കടപുഴകുവാനും അല്ലെങ്കിൽ പലരും ഉദയം ചെയ്യുവാനും കഴിയുന്ന പുതിയ ഒരു മണ്ണായി കേരള രാഷ്ട്രീയവും മാറുന്നു. ബംഗാൾ ആൾറെഡി മാറിക്കഴിഞ്ഞു. 2011 നിന്ന് 2027 എത്തുമ്പോൾ 0 സീറ്റിൽ നിന്ന് അധികാരത്തിലേക്കെന്ന് BJP പറയുന്ന നിലയിൽ ആളുകളും ചാനലുകളും സംസാരിച്ചു തുടങ്ങി. അങ്ങനെ 2 സീറ്റിൽ നിന്ന് രാജ്യത്തെ അധികാരത്തിലേക്ക് BJP വന്നു. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ ഒരു പടയോട്ടം BJP നടത്തുന്നുണ്ട്. ആ പടയോട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ BJP അതിനിർണായകമായ ഒരു സ്ഥാനത്തെത്തുന്നു എന്നാണ് ടുഡേ ചാണക്യ പറയുന്നത്. ശരിയാകാം, തെറ്റായാലും ഇത് പ്രവചനം, ഒരൊന്നൊന്നര പ്രവചനമാണ്. LDFൻ്റെ കഥ പറയുന്നത് 38% പ്ലസ് ഓർ മൈനസ്, 38% ആവാം മിനിമം, അല്ലെങ്കിൽ 41%ലേക്ക് പോകാം. 64 പ്ലസ് ഓർ മൈനസ് 9. ഒരു തമാശ എന്തെന്ന് വെച്ചാൽ ഒന്നുകിൽ 64 സീറ്റിലേക്ക് നിൽക്കും, അല്ലെങ്കിൽ 64, 6, 70 പൂർത്തി 73 സീറ്റിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അവർ അധികാരത്തിൽ വരും. എത്ര രസകരമായ ഒരു സംവിധാനം. അതേഴ്സ് 2% എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1% കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഒരു സീറ്റ് പ്ലസ് ഓർ 0 പ്ലസ് ഓർ മൈനസ് 1 സീറ്റാകാം. അത് G. സുധാകരനാണോ എന്നറിയില്ല. എന്തായാലും G. സുധാകരൻ്റെ പേര് ആദ്യം മുതലേ കേൾക്കുന്നുണ്ട്. ഇനിയാണ് കൗതുകം. ഈ ടുഡേ ചാണക്യയുടെ ഈ റിസൾട്ടിൻ്റെ ഒരു കൗതുകം. അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മാനുവലിൻ്റെയും പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നായർ വോട്ട് 32% പിന്നെ UDFന് കിട്ടിയപ്പോൾ 39%, ഏകദേശം 40% BJP അടിച്ചുകൊണ്ട് പോയി. നായർ വോട്ട്, സുകുമാരൻ നായർ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, BJP വോട്ടടിച്ചുകൊണ്ട് പോകുന്നു. 28% വോട്ട് മാത്രമേ LDFന് കിട്ടിയിട്ടുള്ളൂ. അതാണ് LDFൻ്റെ പരാജയപ്പെടുകയാണെങ്കിൽ ഒരു കാര്യം. മുസ്ലിം വോട്ട് 62% ആർക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മുടെ UDFന് കിട്ടിയിരിക്കുന്നത്. 4% BJP കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ഒരു 4% കിട്ടി എന്ന് അവർക്ക് സമാശ്വസിക്കാം. 33% മാത്രമേ LDFന് കിട്ടിയിട്ടുള്ളൂ.
പിണറായി വിജയൻ കിടന്ന് വലിയ തുഴച്ചിൽ തുഴഞ്ഞിട്ടും മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതും ടുഡേ ചാണക്യയുടെ ഒരു കഥയായി വരുന്നു. ഈഴവ കമ്മ്യൂണിറ്റി UDFന് 20% കൊടുത്തപ്പോൾ BJPക്ക് 32% വോട്ട് കൊടുത്തു. അതാണ് നമ്മൾ ഈ കണക്ക് വരുന്നതിന് മുമ്പേ ഞാനൊക്കെ പറയുന്നുണ്ട്, BJPയിലും പിന്നെ NSSലും നായർ സർവീസ് സൊസൈറ്റിയിലും SNDPയിലും ഈഴവരിലും നായന്മാരിലും വലിയ ഷിഫ്റ്റാണ് BJPക്ക് അനുകൂലമായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ 53% UDFന് ലഭിച്ചത്. 11% മാത്രമേ BJPക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പോഴൊരു 11% ഉണ്ട്. അവർ വിചാരിച്ചാൽ അത് 20% പറ്റും. 34% പോയിരിക്കുന്നത് LDFനാണ്. SC/ST വിഭാഗത്തിൽ 31% UDFന് പോയിരിക്കുന്നു. 18% BJPക്ക് പോയി. 49%, ഏകദേശം 50%-ഓളം LDFന് പോയിട്ടുണ്ട്. അപ്പോൾ BJP ഇനി കൈവയ്ക്കേണ്ടുന്ന 2 മേഖലകൾ, ഒന്ന് SC/ST വിഭാഗത്തിൻ്റെ 18% വോട്ടിനെ എങ്ങനെ 50% ആക്കാം, അതുപോലെ തന്നെ ക്രിസ്ത്യ വിഭാഗത്തിലെ 11%-ത്തെ എങ്ങനെ 20% ആക്കാം. ഈ തരത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ പക്ഷേ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്, BJPക്ക് അനുകൂലമായൊരു ട്രെൻഡ് സംസ്ഥാനത്തുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ടുഡേ ചാണക്യയുടെ ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ള ഒരു ഏജൻസിയുടെ പഠനം വരുന്നത്. അപ്പോൾ ഓരോ ഏജൻസികളും ഓരോ തരത്തിൽ പഠനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോഴെല്ലാം ഇത് പറയുന്നത് കുറേ കൂടി റിയലിസ്റ്റിക്കായ ഒരു പഠനമാണെന്ന് കരുതുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകൾ അതുപോലെ സംഭവിച്ച അവസരങ്ങളുമുണ്ട്, എക്സിറ്റ് പോളുകൾ അതുപോലെ കടപുഴകിയ അവസരങ്ങളുമുണ്ട്. എന്തായാലും ഈ എക്സിറ്റ് പോളുകളിലൊന്നും CPM വിശ്വസിക്കുന്നില്ല. CPM ഇന്നലെയും പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത്, UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരെ പേര് ചോദിച്ചിട്ടുണ്ട്. ഒരാളുടെ സിംഗിൾ പേരായിരുന്നെങ്കിൽ സതീശൻ വോട്ട് കിട്ടുമായിരുന്നു. പക്ഷേ 3 പേരെ പേര് ചോദിച്ചപ്പോഴാണ് അതിനകത്തൊരു പ്രശ്നം പറ്റിയത്. എന്തായാലും വളരെ കൃത്യമായ ഒരു പോളിംഗ് നടന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. 4-ാം തീയതി നമുക്ക് ഉച്ചയോടുകൂടി കാര്യങ്ങളറിയാം. പക്ഷേ ഇത് പറയുമ്പോൾ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും UDFനൊരു എഡ്ജ് ഉള്ളതായിട്ടാണ് എല്ലാ ചാനലുകളും പറയുന്നത്. അതേസമയം BJP തൂക്കുസഭ കൊണ്ടുവരാനുള്ള സാധ്യതയും ടുഡേ ചാണക്യ പോലുള്ള ചാനലുകൾ, ഇനി സംവിധാനങ്ങൾ അല്ലെങ്കിൽ പഠന പ്രോജക്റ്റുകൾ പുറത്ത് വിവരം കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ തൂക്കുസഭയായി കേരള നിയമസഭ മാറുമോ? അങ്ങനെയാണെങ്കിൽ BJP ആരെയെങ്കിലും തുണയ്ക്കുമോ? അത് ഇനി പുറത്തുനിന്ന് തുണയ്ക്കുമോ, അകത്തുനിന്ന് തുണയ്ക്കുമോ? അതോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമോ?